നമസ്കാരം. ക്രിക്കറ്റിന്റെ മായ ലോകത്തേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അങ്ങനെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടന്ന ആദ്യത്തെ T20യിൽ ഇന്ത്യക്ക് 43 റൺസിന്റെ ഉജ്ജ്വല വിജയം. ചെണ്ട അടിച്ചില്ലെങ്കിൽ എന്ത് ആഘോഷം നമുക്ക്, അല്ലെ? നമ്മുടെ ഇന്ത്യയുടെ വിജയങ്ങളെല്ലാം നമുക്ക് ചെണ്ട അടിച്ച് ഇങ്ങനെ ആഘോഷിക്കാം. മനസ്സിലായോ? എപ്പോഴാണ് ഇന്ത്യ തോക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് വെറുതെ ഇരിക്കേണ്ടത്. അപ്പൊ കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് ചെണ്ട അടിച്ച് ആഘോഷിക്കാം എന്നുള്ളതാണ്. അപ്പം പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, ഈ പറയുന്ന സൂര്യകുമാർ യാദവിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ക്യാപ്റ്റൻസി കൊടുത്ത ഒരു ആദ്യത്തെ മത്സരമായിരുന്നു അവന്റെ, അല്ലെ? സൂര്യകുമാർ യാദവിന്റെയും അതുപോലെ തന്നെ ഗംഭീറിന്റെയും ഒരു പരീക്ഷണം കൂടിയായിരുന്നു ഇന്നത്തെ മത്സരം. അതിൽ വളരെ നന്നായിട്ട് രണ്ടുപേരും തിളങ്ങി എന്നുള്ളതാണ്. അതായത് ഒഫീഷ്യലായിട്ട് ഫുൾ ടൈം ക്യാപ്റ്റൻസി കിട്ടിയതിനു ശേഷം സൂര്യകുമാർ യാദവ് ഇന്ന് 50 അടിച്ചു എന്നുള്ളതും, അതായത് അവന്റെ ഫാസ്റ്റസ്റ്റ് സെക്കൻഡ് 50 ആയിരുന്നു ഇന്ന് ക്യാപ്റ്റൻസി കിട്ടിയതിനു ശേഷം സൂര്യകുമാർ യാദവ് അടിച്ചത്. 26 ബോളിൽ നിന്ന് 56 റൺസ് അടിച്ചിട്ടുണ്ട്, 2 സിക്സുകളും 8 ഫോറുകളും. അപ്പോ 20 ഓവറിൽ ഫസ്റ്റ് ടോസ് ആർക്ക് കിട്ടി? ശ്രീലങ്ക കിട്ടി. ഇന്ത്യ അവരെന്ത് ബാറ്റിങ്ങിന് വേണ്ടിയിട്ട് വിട്ടു. 213 റൺസ് ആണ് ഇന്ത്യ അടിച്ചു കൂട്ടിയത്. 20 ഓവറിൽ 213 റൺസ്, 7 വിക്കറ്റ് നഷ്ടത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ റൺസ് പോകാതായിരുന്നു. ലാസ്റ്റ് 2-3 ഓവറിൽ അങ്ങനെ വലുതായിട്ട് റൺസ് ഒന്നും വീണില്ല. അതുകൊണ്ട് തന്നെ 213 റൺസിൽ ഇന്ത്യ ഒതുങ്ങി എന്നുള്ളതാണ്. അവിടെ വിക്കറ്റ് എടുത്ത് പറഞ്ഞ പതിരാന 4 വിക്കറ്റ്, ലാസ്റ്റ് കുറെ യോർക്കറൊക്കെ എറിഞ്ഞുകൊണ്ട് 4 വിക്കറ്റുകൾ തള്ളിയിട്ടു എന്നുള്ളതാണ്. തുടക്കത്തിൽ എപ്പോഴത്തെ പോലെ തന്നെ ഈ പറയുന്ന യശസ്വി ജയ്സ്വാൾ നേരിട്ട ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറി കടത്തിക്കൊണ്ട് തങ്ങളുടെ ഉദ്ദേശം, എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് ശ്രീലങ്കയെ അറിയിച്ചു കൊടുത്തു. യശസ്വി ജയ്സ്വാൾ എപ്പോഴത്തെ പോലെ തന്നെ അടിച്ച് പരത്തിക്കൊണ്ടാണ് കളിച്ചത്. വെറും 21 ബോളിൽ നിന്ന് 40 റൺസ് അടിച്ച് പരത്തിക്കൊണ്ട് 5 ഫോറുകളും 2 സിക്സുകളും അടിച്ചു. അതുപോലെ തന്നെ ശുഭം ഗില്ലും ഒട്ടും മോശമായിരുന്നില്ല. അവനും 16 ബോളിൽ നിന്ന് 34 റൺസ് അടിച്ചെടുത്തിട്ടുണ്ട്, 1 സിക്സും 6 ഫോറുകളുമായിട്ട്. അതിനുശേഷം ഫസ്റ്റ് വിക്കറ്റ് വീഴുന്നത് തന്നെ ഏതാണ്ട് 74 റൺസ് ഉള്ളപ്പോഴാണ് ഫസ്റ്റ് വിക്കറ്റ് വീഴുന്നത്. ഏതാണ്ട് 5.6 ഓവർ എത്തിയപ്പോൾ തന്നെ ഈ 74 റൺസ്, എനിക്ക് തോന്നുന്നു 4 സംതിങ് തന്നെ 4.4 ബോൾ എന്തോ ആയപ്പോൾ തന്നെ ഇന്ത്യ 50 കടന്നിട്ടുണ്ടായിരുന്നു. 4 ഓവറിൽ തന്നെ 51 ആയിരുന്നു. പിന്നീട് എന്താണ് 8 ഓവറായപ്പോൾ 102. അങ്ങനെ സത്യം പറഞ്ഞാൽ 10 ഓവറിന് മേൽ 10-12 റൺസിന്റെ ശരാശരിയിലാണ് ഇന്ത്യ അടിച്ചു കൂട്ടിയത്. അങ്ങനെ അവസാനം ഹാർദിക്, പിന്നെ ബാക്കി ആരും വലുതായിട്ടൊന്നും അവർക്ക് ചെയ്യാനില്ലായിരുന്നു. പിന്നെ പറ വിക്കറ്റുകൾ പോയി. അപ്പോൾ ആരുടെയൊക്കെ ഈ ശുഭം ഗില്ലിന്റെയും യശസ്വിയുടെയും എടുത്തു പറയാനുള്ള ക്യാപ്റ്റൻ കൂടിയായ നമ്മുടെ സൂര്യകുമാർ യാദവിന്റെ തട്ടുപൊളിപ്പൻ ബാറ്റിംഗിന്റെ പിൻബലത്തിൽ ഇന്ത്യ 213 എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തി. അതിനുശേഷം മറുപടി ബാറ്റിംഗിന് ആരംഭിച്ച ശ്രീലങ്ക 170 റൺസിന് ആൾ ഔട്ട് ആവുകയും ചെയ്തു. പക്ഷെ അവിടെ എടുത്തു പറയാനുള്ള കേസ്, ഇന്ത്യയുടെ അത്ര ഇല്ലെങ്കിലും നല്ല രീതിയിൽ അടിച്ചു പരത്തിക്കൊണ്ട് തന്നെയാണ് അവരും തുടങ്ങിവിട്ടത്. ഈ നിസംഗ എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ ഒരു ചക്കക്കുരുവിന് അത്രയേ ഉള്ളൂ, പക്ഷെ അവൻ അടിക്കുന്ന അടി കണ്ടു കഴിഞ്ഞാല് 1.5 അടിയായിരുന്നു അടിച്ചത് കേട്ടോ. നിസംഗ പറയാതിരിക്കുമ്പോൾ അതായത് പൊക്കവും ഇല്ല, സൈസിലും ഇല്ല, ഒന്നുമില്ല. പക്ഷെ വരുന്ന നമ്മുടെ സിറാജിനെയൊക്കെ അടിച്ച് ദൂരിക്കുന്നുണ്ട്. കഴിഞ്ഞ നമ്മുടെ ഇതിൽ ഏഷ്യ കപ്പിലുള്ള വാട്ടമൊക്കെ അതൊക്കെ സിറാജിന് തീർത്തു കൊടുക്കുന്നുണ്ട്. സിറാജിനെ ചുമ്മാ തലങ്ങും വിലങ്ങും അടിക്കുന്നു. പക്ഷെ അങ്ങനെ നിസംഗയും മെൻഡിസുമായിട്ട് കിടിലം ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് അവർക്ക് ഉണ്ടായി കൊടുത്തത്. നല്ല രീതിയിൽ തലങ്ങും വിലങ്ങും ഇന്ത്യയെ പ്രഹരിച്ചുകൊണ്ടുള്ള അവരുടെ ഒരു പിന്നീട് മുന്നേറ്റമാണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് വിക്കറ്റ് അവിടെ വീണത് 8.4 ഓവറിൽ 84 റൺസ് അടിച്ചു നിൽക്കുമ്പോൾ അവരുടെ ആദ്യത്തെ വിക്കറ്റ് തന്നെ നഷ്ടമാകുന്നത്. അതിനുശേഷവും, അതായത് പിന്നീട് മെൻഡിസ് പോയതിന് ശേഷവും ഈ പറയുന്ന നിസംഗ ഒട്ടും പിന്നീട് പിന്നോട്ട് നിന്നില്ല. അവൻ വീണ്ടും അടിച്ചുകൊണ്ടേയിരുന്നു. ഒരു വേളയിൽ ഇന്ത്യ തോറ്റുപോകും എന്ന് വരെ നമ്മൾ ചിന്തിച്ച സമയങ്ങളാണ്. അതായത് രണ്ടാമത്തെ വിക്കറ്റ് പോകുന്നത് 140 റൺസിനാണ്. അപ്പൊ വെറും 14 ഓവറായിട്ടുള്ളൂ. 14 ഓവറായപ്പോൾ 140-ലായിരുന്നു അവരുടെ രണ്ടാമത്തെ വിക്കറ്റ് പോയത്. അപ്പോഴും അവർക്ക് 10 റൺസ് വെച്ച് എടുത്താൽ മതിയായിരുന്നു. 8 പിന്നീട് വിക്കറ്റുകൾ കയ്യിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് പടപട അവരുടെ വിക്കറ്റുകൾ പോയി തുടങ്ങിയത്. 149-ൽ 3ആയി, പിന്നീട് 158-ൽ 4ആയി, പിന്നെ 160-ൽ 5, 161-ൽ 6, 163-ൽ 7, 170-ൽ 8, 170-ൽ തന്നെയാണ് പിന്നെ ബാക്കി എല്ലാ വിക്കറ്റും പോയത്. മനസ്സിലായോ? 170-ൽ 8, 9, 10 അങ്ങനെ എല്ലാ വിക്കറ്റുകളും 170-ൽ 3 വിക്കറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടു. ആരൊക്കെ വിക്കറ്റ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹർഷദീപ് സിംഗ് 2 വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ പട്ടേൽ 2 വിക്കറ്റ് എടുത്തു. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നമ്മൾ റിയാൻ പരാഗ് 1.2 ഓവർ എറിഞ്ഞുകൊണ്ട് അവസാനത്തെ 3 വിക്കറ്റുകൾ തള്ളിയിട്ടത് റിയാൻ പരാഗാണ്.
മനസ്സിലായി. അപ്പൊ എന്തായാലും റിയാൻ പരാഗിന് അവസാന ഓവറുകൾ കൊടുത്ത് വിക്കറ്റുകൾ തള്ളിയിട്ടതിൽ എന്തായാലും പിന്നീട് അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് റിയാൻ പരാഗിന് നേരത്തെ ബൗളിംഗ് കൊടുത്തില്ല എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. പക്ഷെ ക്യാപ്റ്റൻസിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇത്രയും അവർ നല്ല രീതിയിൽ കളിച്ചു വന്നത് ക്യാപ്റ്റൻസി നല്ല രീതിയിൽ എടുത്തു പറയണം. നല്ല രീതിയിൽ അവർ ക്യാപ്റ്റൻസി പിന്നീട് എന്ത് ചെയ്തു, യൂട്ടിലൈസ് ചെയ്ത് ഉപയോഗിച്ചു. നല്ല രീതിയിലുള്ള ക്യാപ്റ്റൻസി നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ എപ്പോഴും ഇവിടെ ഒരു 4 അടിക്കുമ്പോഴൊക്കെ ക്യാപ്റ്റനെ കാണിക്കുന്നതിന് പകരം ഗംഭീറിനെയാണ് അവരുടെ സ്ക്രീനിൽ കാണിച്ചു പോകുന്നത്. അതായത് ഗംഭീറാണോ ഇത് യഥാർത്ഥ ക്യാപ്റ്റൻ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു സ്ക്രീനിൽ നമ്മൾ കണ്ടല്ലേ. ഒരു 4 അടിക്കുമ്പോൾ 6 അടിക്കുമ്പോഴൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഗംഭീർ അവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു. അപ്പൊ എന്തായാലും ടോട്ടൽ ആകെ മൊത്തം ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ആധികാരിക വിജയം തന്നെയായിരുന്നു. കുറച്ച് ഈ അതായത് നിസ്സംഗ നിന്നപ്പോൾ നമ്മൾ ചിലപ്പോൾ തോറ്റു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമുക്കറിയാം. ഇപ്പൊ പല കളികളിലും ഇന്ത്യ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അവസാന ഘട്ടങ്ങളിലാണ്. അതായത് നമ്മൾ കൈവിട്ട് പോകും എന്ന തലത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് ഇവിടെയും നമ്മൾ പുറത്തെടുത്തു. അതായത് നമ്മൾ ലോക ചാമ്പ്യന്മാരായി അല്ലെ, T20 ലോക ചാമ്പ്യന്മാരായിട്ട് ഇപ്പം ഫുൾ സ്ട്രെങ്തിൽ ഇന്നാണ് ഇന്ത്യ വീണ്ടും ഇറങ്ങുന്നത്. അത് ലോക ചാമ്പ്യന്മാർ തന്നെയാണ്, അല്ലെ എന്തുകൊണ്ട് നമ്മൾ ലോക ചാമ്പ്യന്മാർ എന്ന് പറയുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ഉദാഹരണം കൂടിയായിരുന്നു ഇന്നത്തെ ഇന്ത്യയുടെ ബാറ്റിംഗ് ആയാലും ശരി, ബൗളിംഗ് ആയാലും ശരി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സൂര്യകുമാർ യാദവിന്റെ ഒന്നര അടിയായിരുന്നു. സൂര്യകുമാർ യാദവിന്റെയും പറഞ്ഞ യശസ്വി ജയ്സ്വാൾ എടുത്തു പറഞ്ഞു കേട്ടോ. ഫസ്റ്റ് ബോളിൽ തന്നെ അങ്ങോട്ട് തുടങ്ങി, ഫസ്റ്റ് ബോളിൽ തന്നെ അടിച്ച് പിന്നീട് ഒട്ടിയാക്കുന്ന രീതി. അതായത് ഫസ്റ്റ് ഓപ്പണിംഗ് കൂട്ടുകെട്ടായ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇറങ്ങുന്ന യശസ്വി ജയ്സ്വാൾ നേടിത്തരുന്ന ആ ഒരു മുൻതൂക്കമുണ്ടല്ലോ, അത് അവൻ അടിച്ച് പരത്തി വെക്കുന്നത്. ഫസ്റ്റ് ബോൾ എന്നല്ല സെക്കൻഡ് ബോൾ നമ്മളെപ്പോഴും നമ്മുടെ സെവാഗിന്, നമ്മുടെ വീരേന്ദ്ര സെവാഗിന് നമുക്ക് ഇടയ്ക്കൊക്കെ ഓർമ്മിച്ച് പോയി അവന്റെ ബാറ്റിംഗ്. വീരേന്ദ്ര സെവാഗ് എങ്ങനെയാണ് ഫസ്റ്റ് ബോൾ കൊട്ടുന്നത്, അടിക്കാനുള്ള ബോൾ ആകുമ്പോൾ ഫസ്റ്റ് ബോൾ സെക്കൻഡ് ബോൾ അടിച്ചിരിക്കും. അതേ ഒരു ശൈലിയിലാണ് ഈ പറയുന്ന യശസ്വി ജയ്സ്വാൾ ബാറ്റ് ചെയ്യുന്നത്. അതുപോലെ അവന്റെ ഫീൽഡിംഗ് നോക്കിയാൽ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഫീൽഡിംഗ് ആണ്. ഒരു ക്യാച്ചും ഞാൻ അവൻ കിളത്തുന്നില്ലെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നതായിട്ട് ഞാൻ കണ്ടില്ല. എന്ന് ഈ കളികളിൽ ഉടനീളം ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. അതായത് സൂര്യകുമാർ യാദവ് അടിച്ച് നല്ല രീതിയിൽ അടിച്ച് 54 റൺസ് സൂര്യകുമാർ അടിച്ച് പുറത്തു. സൂര്യകുമാർ യാദവിന് ശേഷം വന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. അപ്പൊ പൊതുവെ സൂര്യകുമാർ യാദവ് ഔട്ടായപ്പോൾ ഹാർദിക് പാണ്ഡ്യ അവരുടെ മൈൻഡ് എന്ന് ചെയ്യില്ല, ശരി ഓക്കെ മറ്റേ ക്യാപ്റ്റൻസിന്റെ ഹുങ്കൊക്കെ ഇട്ടുകൊണ്ട് വരും. പക്ഷെ ഇവിടെ സൂര്യകുമാർ യാദവ് ഔട്ടായപ്പോൾ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യയെ നിർത്തിക്കൊണ്ട് കുറച്ച് പിന്നെ ഉപദേശങ്ങൾ കൊടുക്കുന്നത് കണ്ടു. അതൊക്കെ തലയാട്ടി സമ്മതിക്കുന്ന നമ്മുടെ ഹാർദിക് പാണ്ഡ്യ. അത് പ്രത്യേക ഒരു കാരണം സൂര്യകുമാർ യാദവ് നമുക്ക് ഇതുവരെ കാണാത്ത ഒരു മൊമെന്റ് ആണ് എനിക്ക് അവിടെ തോന്നിയത്. അല്ലെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? വന്നപ്പോൾ നീ എതിരെ ഇങ്ങനെയൊക്കെയാണ് അവിടെ നിന്നൊക്കെ ഒരു കോച്ച്, ആ ക്യാപ്റ്റനാണ്, നീ എന്റെ കീഴിലാണെങ്കിൽ ഞാൻ പറയും പോലെ കേട്ടാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. കാരണം സൂര്യകുമാർ യാദവ് ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ആരെടുത്ത് ഉപദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നതായിട്ട് കാണാതെ, പ്രത്യേകിച്ച് പറയുന്ന ഹാർദിക് പാണ്ഡ്യ ആരെയും മൈൻഡ് ചെയ്യത്തില്ല, അവൻ മറ്റേ വലിയ കുങ്കിൽ അങ്ങ് പോകുന്നതാണ്. അപ്പം ഹാർദിക് പാണ്ഡ്യക്കും ഇന്ന് വലുതായിട്ടൊന്നും ചെയ്യാനില്ലായിരുന്നു എന്നുള്ളതാണ്. ബാറ്റിംഗിലായാലും ബൗളിംഗിലായാലും ഒന്നും ഈ പറഞ്ഞതുപോലെ എന്താണ് തിളങ്ങാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്തായാലും ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി ആയിക്കോട്ടെ, ഈ പറയുന്ന ബാറ്റിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ നന്നായിട്ട് ചെയ്തു. പക്ഷെ നമുക്കിവിടെ എന്താണ് നമുക്ക് ഈ പറയുന്ന ബൗളേഴ്സ്, ഫാസ്റ്റ് ബൗളേഴ്സ് നല്ല രീതിയിൽ അടി വാങ്ങിയതുള്ള. മുഹമ്മദ് സിറാജ് നല്ല രീതിയിൽ ഞാൻ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു ബൗളറായിരുന്നു. കാരണം കഴിഞ്ഞ നമുക്കറിയാമല്ലോ നമ്മുടെ ഏഷ്യ കപ്പില് അവന്മാരെ വിറച്ചത് ഈ പറയുന്ന നമ്മുടെ സിറാജിനെ പോലെ. പക്ഷെ ഈ സിറാജിനെ ഇന്ന് അവർ ഓട്ടിച്ചിട്ട് അടിക്കുന്ന ഒരു രംഗമാണ് കണ്ടത്. എന്നാലും ടോട്ടൽ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സൂപ്പറായിട്ട് ജയിച്ചു. അങ്ങനെ 3 കളികളുള്ള പരമ്പരയിൽ 1-0 ഇന്ത്യ ഇപ്പൊ മുന്നിലാണ്. നാളെ വീണ്ടും കളിയുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.